അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കും മക്കളെ. ക്വസ്റ്റ്യൻ നമ്പർ 16. എനർജി ഓഫ് എ ബോഡി ഈസ് ഡിഫൈൻഡ് ആസ് ഇറ്റ്സ് കപ്പാസിറ്റി ഓഫ് ഡൂയിങ് വർക്ക്. എ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ദി എനർജി പോസസ്ഡ് ബൈ എ ബോഡി ബൈ വിർച്യു ഓഫ് ഇറ്റ്സ് മോഷൻ. ചലനം മൂലം ഒരു ബോഡിക്ക് കിട്ടുന്ന എനർജി എന്താണെന്നാണ് എ ക്വസ്റ്റ്യൻ. സിമ്പിളായിട്ട് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലോട്ട് പഠിക്കുന്ന കാര്യമാണ്. കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ 16-ാമത്തെ എ ക്വസ്റ്റ്യൻ്റെ ആൻസർ കൈനറ്റിക് എനർജി അല്ലേ. എന്നാൽ പൊസിഷൻ മൂലം കിട്ടുന്ന എനർജി ചോദിച്ചാൽ എന്താ പറയുക? അത് പൊട്ടൻഷ്യൽ എനർജിയാണ്. ഓക്കെ, അടുത്ത ബി ക്വസ്റ്റ്യൻ. എ ബോഡി ഓഫ് മാസ് 5 kilogram ഇനിഷ്യലി അറ്റ് റെസ്റ്റ് ഈസ് സബ്ജക്റ്റഡ് ടു എ ഫോഴ്സ് ഓഫ് 20 Newton. വാട്ട് ഇസ് ദ കൈനറ്റിക് എനർജി അക്വയർഡ് ബൈ ദ ബോഡി അറ്റ് ദി എൻഡ് ഓഫ് 10 seconds? അപ്പോൾ നോക്കൂ, ഒരു ബോഡിയുടെ മാസ് തന്നിരിക്കുന്നു 5 kilogram എന്നാണ്. അത് ഇനിഷ്യലി അറ്റ് റെസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 15-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ബി പാർട്ടാണ്. മാസ് ഓഫ് എ ബോഡി 5 kilogram ഇനിഷ്യലി അറ്റ് റെസ്റ്റ്. സോ ഇനിഷ്യൽ വെലോസിറ്റി 0, ഹൊറിസോണ്ടൽ ഫോഴ്സ് ഓഫ് 20 Newton. അപ്പോൾ 10 seconds കഴിയുമ്പോൾ ഉള്ള കൈനറ്റിക് എനർജി എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, കൈനറ്റിക് എനർജി വേണമെങ്കിൽ നമുക്ക് വെലോസിറ്റി വേണം, ഫൈനൽ വെലോസിറ്റി വേണം, 12 mv² വേണം അല്ലേ. അപ്പോൾ ഫൈനൽ വെലോസിറ്റി എങ്ങനെ കിട്ടും? അത് u+at അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഫോഴ്സ് വന്നിട്ടുണ്ട്, മാസ് വന്നിട്ടുണ്ട് അല്ലേ. ഫോഴ്സും മാസും ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? ആക്സലറേഷൻ കിട്ടും. ആക്സലറേഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഫൈനൽ വെലോസിറ്റി v = u+at കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് കൈനറ്റിക് എനർജി കാണാൻ 12 mv² യൂസ് ചെയ്യാം. വളരെ സിമ്പിളായൊരു പ്രോബ്ലമാണ്, പക്ഷേ 3 സ്റ്റെപ്പ് വരുന്നു. നോക്കൂ, ആക്സിലറേഷൻ ഈക്വൽസ് ഫോഴ്സ് ബൈ മാസ്. ഫോഴ്സ് 20 ആണ്, മാസ് 5 kilogram ആണ്. സോ 20/5 4 meter/second². ദെൻ ഫൈനൽ വെലോസിറ്റി v ഈക്വൽസ് u+at. ഇനിഷ്യലി അറ്റ് റെസ്റ്റ് 0. വാട്ട് ഈസ് ആക്സിലറേഷൻ? 4. വാട്ട് ഈസ് ടൈം? 10 seconds. സോ 40 meter/second ആണ് ഫൈനൽ വെലോസിറ്റി. സോ കൈനറ്റിക് എനർജി 12 mv² ആണ്. 12 ഇൻറ്റു എത്രയാ മാസ്? 5 kilogram. എത്രയാ v²? 40യുടെ സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ 40യുടെ സ്ക്വയർ 1600. 1600/2 800. 800 × 5 4000 ജൂൾ. അപ്പോൾ 15-ാമത്തെ ബി പാർട്ട് വളരെ സിമ്പിളായൊരു പ്രോബ്ലമാണ്, പക്ഷേ 3 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. ഓർത്തിരിക്കുക. സീക്വൻസ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, അത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ നെറ്റ് ഫോഴ്സ്. നിങ്ങൾ എവിടെയെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈക്വൽസ് വർക്ക് ഡൺ ബൈ നെറ്റ് ഫോഴ്സ്. ഇത് വർക്ക് എനർജി തിയറം അല്ലേ? ഇത് വളരെ ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒരു നെറ്റ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ബോഡിയുടെ ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനിഷ്യൽ കൈനറ്റിക് എനർജിക്ക് ഈക്വൽ ആണ്. അപ്പോൾ ഇത് വർക്ക് എനർജി തിയറമാണ്. വർക്ക് എനർജി തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്. അത് സ്റ്റേറ്റ് ചെയ്യാനും പ്രൂവ് ചെയ്യാനും നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ ഇവിടെ ട്രൂ ആണ് ആൻസർ, ട്രൂ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 17 ആണ്. ഇത് ക്വസ്റ്റ്യൻ നമ്പർ 16 ആയിരുന്നു കേട്ടോ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 17 ആണ്. ശ്രദ്ധിക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 17. ദി ആംഗുലാർ മൊമെൻറ്റം ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ദി റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഇറ്റ്സ് ലീനിയർ മൊമെൻറ്റം. എ ക്വസ്റ്റ്യൻ, ആംഗുലാർ മൊമെൻറ്റവും ലീനിയർ മൊമെൻറ്റവും തമ്മിലുള്ള ഇക്വേഷൻ എന്താണ്? ആംഗുലാർ മൊമെൻറ്റം ഓഫ് എ പാർട്ടിക്കിൾ കാണിക്കുന്ന ലെറ്റർ സ്മാൾ ലെറ്റർ L ആണ്. ലീനിയർ മൊമെൻറ്റം കാണിക്കുന്ന ലെറ്റർ സ്മാൾ ലെറ്റർ P ആണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്കറിയാം, ആംഗുലാർ മൊമെൻറ്റം ഡിഫൈൻ ചെയ്യുന്നത് ഒരു ക്രോസ് പ്രോഡക്റ്റ് ഉപയോഗിച്ചാണ്. എന്താണ് ആ ക്രോസ് പ്രോഡക്റ്റ്? L = R × P. ഇത് ഏത് ഓപ്ഷനാണ്? L = R × P, രണ്ടാമത്തെ ഓപ്ഷനാണ്. ഇതാണ് ശരിയായ ആൻസർ. ഇനി അതിൻ്റെ ബി ക്വസ്റ്റ്യൻ നോക്കൂ കുട്ടികളെ. സ്റ്റാർട്ടിങ് ഫ്രം ഇക്വേഷൻ കണക്റ്റിംഗ് ആംഗുലാർ മൊമെൻറ്റം ആൻഡ് ലീനിയർ മൊമെൻറ്റം എന്ന് വെച്ചാൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ഡെഡ്യൂസ് ദ റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെൻറ്റം. ടോർക്കും ആംഗുലാർ മൊമെൻറ്റവും തമ്മിലുള്ള റിലേഷൻ ഉണ്ടാക്കുക. അത് വളരെ എളുപ്പമാണ്, എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്. നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെൻറ്റം ആണ് കാണേണ്ടത് അല്ലേ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെൻറ്റം ആണ് നിങ്ങൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ dl/dt ഈക്വൽസ് d/dt ഓഫ്, നോക്കൂ എന്താണ് L? R × P. അപ്പോൾ ഇവിടെ d/dt ഓഫ് ക്രോസ് പ്രോഡക്റ്റ് ആണ്. ഇപ്പോൾ ഇവിടെ റൂൾ കൊടുത്തേ, ഫസ്റ്റ് ടേം R, വെക്ടർ R, ക്രോസ് d/dt ഓഫ് സെക്കൻഡ് ടേം പ്ലസ്, ഇനി തിരിച്ച് സെക്കൻഡ് ടേം P ക്രോസ്
ഡി ബൈ ഡി ടി ഓഫ് ഫസ്റ്റ് ടൈം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ആംഗുലാർ മൊമെൻറ്റം ആർ ക്രോസ് പി ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെൻറ്റം കാണണമെങ്കിൽ ഡി ബൈ ഡി ടി ഓഫ് ആർ ക്രോസ് പി. അപ്പോൾ എന്നാ വരും? ആർ മാറ്റി വെച്ചു ക്രോസ് ഡി പി ബൈ ഡി ടി പ്ലസ് ഇനി പി മാറ്റി വെച്ചു ക്രോസ് ഡി ആർ ബൈ ഡി ടി. ഇവിടെ നോക്കൂ, ആർ ക്രോസ് വാട്ട് ഈസ് ഡി പി ബൈ ഡി ടി? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെൻറ്റം, ദാറ്റ് ഈസ് ഫോഴ്സ്. ദെൻ മൊമെൻറ്റം നമുക്ക് എം വി എന്ന് റീപ്ലേസ് ചെയ്യാം അല്ലേ, മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് റീപ്ലേസ് ചെയ്യാം. വാട്ട് ഈസ് ഡി ആർ ബൈ ഡി ടി? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ വെക്ടർ, ദാറ്റ് ഈസ് വെലോസിറ്റി. വി ക്രോസ് വി, ഒരേ വെക്ടേഴ്സിന്റെ ക്രോസ് പ്രോഡക്റ്റ് 0 ആണ്, നിങ്ങൾക്കറിയാം. സോ വാട്ട് ഈസ് ആർ ക്രോസ് എഫ്? പൊസിഷൻ വെക്ടർ ക്രോസ് ഫോഴ്സ്, ദാറ്റ് ഈസ് ടോർക്ക്. അപ്പോൾ നിങ്ങളുടെ ആൻസർ കിട്ടിയിരിക്കുകയാണ് ടോർക്ക് ഈക്വൽസ് ഡി എൽ ബൈ ഡി ടി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെൻറ്റം ഓഫ് എ പാർട്ടിക്കിൾ. ഇതാണ് ചോദിച്ചിരിക്കുന്ന ആൻസർ. കറക്റ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്, എന്നാൽ വളരെ എളുപ്പവുമാണ്. ഇനി അതിനൊരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്, നോക്കൂ. 17ാമത്തെ ക്വസ്റ്റ്യന് ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഈസ് അനലോഗസ് ടു മാസ് ഇൻ ലീനിയർ മോഷൻ. മാസിന് പകരം റൊട്ടേഷൻ മോഷനിലെ ക്വാണ്ടിറ്റിയാണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് നിങ്ങൾക്കറിയാം. ഇനി ക്വസ്റ്റ്യൻ നോക്കൂ. ക്വസ്റ്റ്യൻ 1 മാർക്കിൻ്റെ ഒരു ചെറിയ ക്വസ്റ്റ്യൻ ആണ്. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ഡിസ്ക് അബൌട്ട് ആൻ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ അറ്റ് സെൻറ്റർ ഈസ് ഗിവൺ ബൈ ഡാഷ്. ഡിസ്കിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ, പെർപെൻഡിക്കുലർ ആക്സ് വെച്ചുകൊണ്ടുള്ള ഡിസ്കിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ നിങ്ങൾക്കറിയാം. ആൻസർ mr²/2 ആണ്. അപ്പോൾ 4ാമത്തെ ഓപ്ഷനാണ്. നോക്കൂ, ക്വസ്റ്റ്യൻ നമ്പർ 17ൻ്റെ ഓർ ക്വസ്റ്റ്യൻ ആണ്. എ പാർട്ട് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ഡിസ്ക് അബൌട്ട് പെർപെൻഡിക്കുലർ ആക്സിസ്, ദാറ്റ് ഈസ് mr²/2. കറക്റ്റ്. ഇനി എൻ്റെ ബി ക്വസ്റ്റ്യൻ നോക്കൂ. സ്റ്റേറ്റ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം നിങ്ങൾ ആദ്യം സ്റ്റേറ്റ് ചെയ്യുക. എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ഡെഡ്യൂസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ഡിസ്ക് അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദി ഡയമീറ്റർ. ഡിസ്കിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കുക അബൌട്ട് ഡയമീറ്റർ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ പല വർഷങ്ങളിലും ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുമുണ്ട്. നോക്കുക, ആദ്യം പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം സ്റ്റേറ്റ് ചെയ്യണം. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം സ്റ്റേറ്റ് ചെയ്യാൻ നിങ്ങളെല്ലാവരും ക്ലാസ്സിൽ പല തവണ പഠിച്ചിട്ടുണ്ടാവും. IZ = IX + IY. ഞാനതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ ഡിസ്ക് വരയ്ക്കുക. ഇത് സ്പേസ് ആണ്, എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്, ഇത് ഇസഡ് ആക്സിസ് ആണ്. സോ ഇസഡ് ആക്സിസ് കാണുന്നു, എക്സ് ആക്സിസ് കാണുന്നു, വൈ ആക്സിസ് കാണുന്നു. ഇത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ഡിസ്ക് അബൌട്ട് പെർപെൻഡിക്കുലർ ആക്സിസ് അല്ലേ, ഇനി പ്ലെയിനാർ ബോഡി അബൌട്ട് പെർപെൻഡിക്കുലർ ആക്സിസ്. ഇത് ബോഡിയുടെ അതേ പ്ലെയിനിൽ കിടക്കുന്ന 2 ആക്സിസുകളാണ്. അവർ മ്യൂച്വലി പെർപെൻഡിക്കുലറുമാണ്, എക്സും വൈയും. ഇപ്പോൾ പെർപെൻഡിക്കുലർ ആക്സിസ് എഴുതുന്ന സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ പഠിക്കുക, അത് എക്സാമിന് എഴുതണം ആദ്യം. IZ = IX + IY. ഇത് പെർപെൻഡിക്കുലർ ആക്സിസ് പാസിംഗ് ത്രൂ ദി സെൻറ്റർ ആണ്. എന്നാൽ എക്സും വൈ ആക്സിസുകൾ പ്ലെയിനാർ ബോഡിയുടെ അതേ പ്ലെയിനിൽ കിടക്കുന്ന 2 ആക്സിസുകളാണ്. കറക്റ്റ്. ഇനി എന്താണ് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കൂ. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഡിസ്ക് അബൌട്ട് ഡയമീറ്റർ കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കിക്കേ, ഈ എക്സ് ആക്സിസ് ഡയമീറ്ററിൽ കൂടിയല്ലേ പാസ് ചെയ്യുന്നത്, ഈ വൈ ആക്സിസും ഡയമീറ്ററിൽ കൂടിയാണ് പാസ് ചെയ്യുക. നമുക്ക് താണ്ട് ഏകദേശം ഇങ്ങനെ വിചാരിക്കാം അല്ലേ. ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് ബോഡിയുടെ ഡയമീറ്റർ ആണ്, ഇത് ഡിസ്ക് ആണ്. ഇങ്ങനെ ഡിസ്ക് ഇരിക്കുന്നു. ഇങ്ങനെ ഡിസ്ക് ഇരിക്കുമ്പോൾ ഇത് ഡയമീറ്ററിൽ കൂടെ പാസ് ചെയ്യുന്നു. ഈ വൈ ആക്സിസും ഡയമീറ്ററിൽ കൂടി പാസ് ചെയ്യുന്നു. ഇത് ഇസഡ് ആക്സിസ് ആണ്. അപ്പോൾ നമുക്ക് പെർപെൻഡിക്കുലർ ആക്സിസ് ഇങ്ങനെ മാറ്റാം. IZ = എക്സ് ആക്സിസിന് പകരം ഡയമീറ്റർ എന്ന് വിളിക്കാം, വൈ ആക്സിസിനെയും ഡയമീറ്റർ എന്ന് വിളിക്കാം. കറക്റ്റ്. അപ്പോൾ I ഡയമീറ്റർ പ്ലസ് I ഡയമീറ്റർ = 2I ഡയമീറ്റർ. അപ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ഡയമീറ്റർ കാണാൻ ഈ 2 ഇവിടെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യൂ. IZ / 2. വാട്ട് ഈസ് IZ? പെർപെൻഡിക്കുലർ ആക്സിസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്താണ്? mr²/2. അപ്പോൾ mr²/2 ഡിവൈഡഡ് ബൈ 2. സോ ആൻസർ mr²/4. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഡയമീറ്ററിന് ചുറ്റുമുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കാണുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, നമുക്ക് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറമാണ് ഉപയോഗിക്കുന്നത്. നോക്കൂ, ഇതുപോലെ തന്നെ നിങ്ങൾ പാരലൽ ആക്സിസ് തിയറം പഠിക്കണം.
പാരലാക്സ് തിയറം വെച്ചുകൊണ്ട് ടാൻജൻറ്റ് വെച്ചുകൊണ്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ റൊട്ടേഷൻ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്താണ്? 2 തിയറങ്ങൾ പഠിക്കുക, പാരലാക്സ് തിയറവും പെർപെൻഡിക്കുലർ ആക്സ് തിയറും. അതിനുശേഷം നിങ്ങൾ ടോർക്ക് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ റിലേഷൻ പഠിക്കുക. അതിനുശേഷം നിങ്ങൾ റോളിംഗ് മോഷൻ നന്നായി പഠിക്കുക. റോളിംഗ് മോഷൻ പലതവണ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.